ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഫ്രൈ പാനിലേക്ക് ഞാൻ ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായത് കാരണം ഞാൻ അത് എടുത്തതാണ്. അപ്പോൾ നാളികേരം ചിരകിയതാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറി വരണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായതിന് ശേഷം അതിലേക്ക് ഞാൻ കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഈ കാഷ്യൂനട്ടിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ എല്ലാ കളറും മാറി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിപ്പെട്ടിയാണ്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ 1 കപ്പ് കരിപ്പെട്ടി ഞാൻ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഈ കരിപ്പെട്ടിക്ക് പകരം നിങ്ങൾക്ക് ശർക്കര എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കരിപ്പെട്ടി ആയത് കാരണം അതിൽ ചളിയൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഞാൻ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സീഡ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ റവയും ഗോതമ്പ് പൊടിയും കൂടി മാറ്റി വെച്ചിരുന്നില്ല, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഗോതമ്പ് പൊടി റവയ്ക്കൊന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, ക്രഷ് ചെയ്ത് വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇത്. കൈ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.